ഹലോ, ജയാസ് വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവളെന്റെ ദൈവമേ, ഞങ്ങൾ എങ്ങനെ കഴിഞ്ഞാന്നറിയാം. അതുകൊണ്ട് ഇത്രയും സ്നേഹം വരുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് വന്നു, പിന്നെ വിശേഷങ്ങൾ വേറെ, നമ്മുടെ പാചകങ്ങളും വാചകവും എല്ലാം ഉണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ എല്ലാരും പ്രത്യേകമായിട്ട് കാണണം. പിന്നെന്തായിരുന്നു, ഞാൻ എന്തോ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ, എന്തോ ഒരു എന്റെ സിനിമയിലേക്ക് ആരെയൊക്കെ ഞാൻ എടുക്കണം എന്നുള്ളത് കമന്റ് ഇട്ടേക്കണേ. എന്റെ സിനിമയിലേക്ക് ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ ആൾക്കാരെ. അതുകൊണ്ട് എല്ലാവരും ഇന്നത്തെ വീഡിയോ കാണണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇന്ന് നമുക്ക് പൂരിയാണ് കേട്ടോ. പൂരിക്ക് നനയ്ക്കുവാൻ ഞാൻ ജീന പറഞ്ഞ പോലെ വെള്ളം ഇതിനടിയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിച്ച് ചേർത്ത് നന്നായിട്ട് കുഴയ്ക്കുവാണ്. എല്ലാവരും പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, എൻ്റെ പൂരി സോഫ്റ്റ് ആകുന്നു എന്നൊക്കെ പറയുന്നു. പാവം ഞാൻ, സാധാരണക്കാരി, ഞാൻ സാധാരണ രീതിയിലാണ് പൂരി ഉണ്ടാക്കുന്നത്. ഇച്ചിരി ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ച് സാധാരണ കുഴയ്ക്കുന്ന പോലെ പൂരിപ്പരുവത്തിൽ കുഴയ്ക്കുന്നു. എന്നിട്ട് പരത്തിയിട്ട് സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്നു. ഇച്ചിരി വെള്ളം കൂടെ വേണം നനയ്ക്കാൻ. സാധാരണ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്നിട്ടും സാധാരണ രീതിയിൽ ഉണ്ടാക്കിയിട്ടും എൻ്റെ പൂരിക്ക് വലിയ കുഴപ്പങ്ങളോ തട്ടുകേടോ ഒന്നുമില്ല. എന്തെങ്കിലും തട്ടുകേടുണ്ടെങ്കിൽ ചേട്ടന് പിടിക്കത്തില്ലായിരിക്കും. അതുകൊണ്ട് ഇന്ന് വരെ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് തന്നെയും തോന്നിയിട്ടുണ്ട് എൻ്റെ പൂരി ഉണ്ടാക്കുന്നതിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന്. ഞാൻ പക്ഷേ സാധാരണ രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ നേരത്തെ ഒന്ന് കുറച്ച് കുഴച്ചങ്ങ് മാറ്റി വെക്കും. ഇപ്പം 7 മണിയായതേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു കുഴച്ച് വെച്ചിട്ട് 8-8:15 പരത്തിയാൽ മതിയല്ലോ. കറി അങ്ങ് നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഇത് കുഴച്ച് നല്ല പിന്നൊരു കാര്യം, പൂരിക്ക് കുഴയ്ക്കുമ്പോൾ ഇത് മാത്രം ശ്രദ്ധിക്കും ഞാൻ. എങ്ങനെയാണെന്ന് വെച്ച് പൂരിയും ചപ്പാത്തിയും കുഴയ്ക്കുമ്പോൾ ഒരു തരി പോലും മാവിനകത്ത് പിടിച്ചിട്ടില്ല. നോക്കിക്കേ, രാവിലെ ഉണ്ട് തൊണ്ടയ്ക്കൊക്കെ നല്ലൊരു വേദനയുണ്ട്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഞ്ഞല്ലേ ഇപ്പം. അതുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ഞാൻ നന്നായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചപ്പാത്തി അങ്ങനെ തന്നെ കുഴയ്ക്കുന്നത്, പൂരി ഇങ്ങനെ. ഇത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ടൊരു സ്പെഷ്യൽ സാധനം ഒന്നും ഞാൻ എൻ്റെ പൂരി ഉണ്ടാക്കുന്നതിന് ചേർക്കാറില്ല. ഇത് തന്നെ ഇവിടെ ധാരാളം. കൊച്ചിന് ഇഷ്ടമില്ല, മൂത്തവന് ഇതൊന്നും ഇഷ്ടമില്ല. അതുകൊണ്ട് അവന് ദോശമാവ് ഇരിപ്പുണ്ട്, കടലക്കറി ഇരിപ്പുണ്ട്. ഇന്നും കൂടെ അവനെ അത് പിടിപ്പിക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നു. പൂരി തിന്നുവാണെങ്കിൽ തിന്നോട്ടെ. അമ്മ രാവിലെ ഭഗവാന്റെ അമ്പലത്തിൽ ഇവിടെ അടുത്തുണ്ടല്ലോ, ഞാൻ പറയത്തില്ലേ, അവിടെ പോയേക്കുന്നു. അപ്പം ഞാൻ കറിയിലെ ഉരുളക്കിഴങ്ങിലോട്ട് പോട്ടെ. അപ്പോഴേ നമുക്ക് നമ്മുടെ പൂരി മസാലയ്ക്കുള്ള ഉരുളക്കിഴങ്ങിനെയൊക്കെ അരിയാം കേട്ടോ. ഞാൻ കുളിച്ചില്ല കേട്ടോ, കുളിക്കണം. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുളിക്കാൻ. അപ്പം നമുക്ക് ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം. എനിക്ക് ഇത് വെച്ച് മാത്രമേ ഉരുളക്കിഴങ്ങിനെയും ക്യാരറ്റിനെയും ചിരണ്ടാൻ അറിയത്തുള്ളേ. നിങ്ങളൊന്നും വിചാരിക്കണ്ട കേട്ടോ. പിച്ചാത്തി എന്ന് പറയുന്ന സാധനം വെച്ച് ഉരുളക്കിഴങ്ങ് ചിരണ്ടാൻ അറിയത്തില്ല. പണ്ടറിയായിരുന്നു. ഇപ്പം ഇത് വെച്ച് പഠിച്ചേ പിന്നെ ഒന്നും അറിയത്തേ. എളുപ്പമുള്ള കാര്യം. ഇത് ചേട്ടൻ സൗദിയിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ്. നമ്മുടെ ഇവിടെ കിട്ടും, പക്ഷെ നമ്മുടെ ഇവിടെ തന്നെ ഒരെണ്ണം നോക്കിയിട്ട് അത് ഒടിഞ്ഞുകൂടി പെട്ടെന്ന്. ഇത് കണ്ടു, ഇത് നല്ല ഇതാണ്. അരി കഴിച്ച് അടുപ്പത്തെടുത്തിട്ടിട്ട് വരാവേ. ആ സമയം കൊണ്ട് അരി അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. അത് കുക്കറിനകത്തോട്ടെടുത്ത് നമ്മൾ വെച്ചു തിളച്ചപ്പോൾ. അത് പതുക്കെ അവിടെ ഇരുന്ന് വെന്തോളുമല്ലോ, നമുക്ക് അതിൻ്റെ പുറകെ പോകണ്ടല്ലോ. കുക്കറില്ലാത്തവർ മേടിച്ചു വേണം കേട്ടോ. എളുപ്പമാണ് നമ്മുടെ സാക്സൻ്റെ കുക്കർ. അതുകൊണ്ട് ജോലിക്കാർക്കൊക്കെ എളുപ്പമാണ്. എന്നെപ്പോലെ ജോലിയും കൂലിയും ഇല്ലാത്തവർക്കും എളുപ്പമാണ്. പ്രശ്നമൊന്നുമില്ല, നമുക്ക് വേറെ പണിക്ക് പോകാമല്ലോ. കണ്ട എന്ത് പെട്ടെന്ന് ഇതിൻ്റെ തൊലി കളഞ്ഞു. ഇനി നമുക്ക് സവാള ചിരങ്ങണം. അപ്പോഴേ നമ്മളിതെല്ലാം ഒരുക്കി കണ്ട. ഇതിനകത്ത് ആകെപ്പാടെ ഇഞ്ചി, സവോള, ഉരുളക്കിഴങ്ങ്, പച്ചമുളക് ഇത്രയും മാത്രം ഇട്ടാണ് ഞാൻ പൂരി മസാല ഉണ്ടാക്കുന്നത്. എൻ്റെ
പൂരി മസാലയ്ക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. അടിപൊളി നമ്മുടെ ഹാരിയാസിൽ നിന്നൊക്കെ കിട്ടുന്ന പൂരി മസാലയില്ലേ, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ കേട്ടോ. ഞാൻ സബോള, ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി എടുത്തില്ല, പിന്നെ പച്ചമുളക്, ഇത്രയും മാത്രമേ എടുത്തുള്ളൂ. ഇത് നന്നായിട്ട് അരിഞ്ഞ് എന്താ എങ്ങനെയെങ്കിലൊക്കെ ഇതൊക്കെ അരിഞ്ഞിട്ടാൽ മതി. ഇതെല്ലാം കുഴയേണ്ടി വരും. പഴമക്കാർ പറയുകയാണ് ചതുരത്തിലരിയണം, വട്ടത്തിലരിയണം എന്നൊക്കെ. നമ്മളൊക്കെ പറയും എങ്ങനെയും, ഞാൻ പറയുന്നതാണെങ്കിൽ എങ്ങനെയും ഒക്കെ അരിഞ്ഞിട്ടാൽ മതി എന്നേ പറയും. പിന്നെ കറി കാണാൻ അരിയുമ്പോൾ ഒരു ഭംഗി വേണമെങ്കിൽ ഇത്തിരി സ്റ്റൈലിലൊക്കെ അരിയുക, അത്രയേ ഉള്ളൂ. ഞാനിങ്ങനെയൊക്കെ കേട്ടോ. അല്ലാണ്ട് അതങ്ങനെ അരിയുക ഇങ്ങനെ അരിയണം. ചില അമ്മമാരുണ്ടല്ലോ, അതങ്ങനെ അരിയണം ഇങ്ങനെ അരിയണം, വട്ടത്തിലരിഞ്ഞാലേ അങ്ങനെ ആകത്തുള്ളൂ. എൻ്റെ അടുത്ത് വരുന്ന പെൺപിള്ളേർക്ക് സുഖമാണ്, എങ്ങനെയെങ്കിലും അരിഞ്ഞിട്ടാൽ മതി കേട്ടോ. അതുകൊണ്ട് ഒരു പേടിയും പേടിക്കണ്ട. കാരണം കുറേ സ്ട്രിക്റ്റായിട്ടൊന്നും നമ്മുടെ ജീവിതത്തിൽ എടുക്കരുത്. ശരിയല്ലേ പറയുന്നത്? അല്ലാണ്ട് അയ്യോ അത് അങ്ങനെ അരിഞ്ഞാലേ ശരിയാകത്തുള്ളൂ, ഇങ്ങനെ അരിഞ്ഞാലേ ശരിയാകത്തുള്ളൂ എന്നൊന്നും നമ്മൾ പറഞ്ഞ് ഇതാക്കരുത്. പ്രത്യേകിച്ച് പെൺപിള്ളേർക്കൊക്കെ അത് കേൾക്കുമ്പോൾ ഒരു ആദ്യമായിട്ട് വരുന്ന പെൺപിള്ളേർക്കൊക്കെ ഞാൻ വരുമ്പോഴേ പറയും എങ്ങനെയെങ്കിലും അരിഞ്ഞാൽ മതി മോളേന്നേ പറയത്തുള്ളൂ. ഞാനതുപോലെ. അതുകൊണ്ട് ഇതിനെ നമുക്ക് കുക്കറിനകത്തിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വേവിക്കുക. അപ്പോഴേ കഴിഞ്ഞ ദിവസം ചെത്തിയ വഴുതനങ്ങയുടെ ബാക്കിയും കൂടെ നമുക്ക് ചെത്തി എടുത്തിട്ട് ഇന്ന് അതെല്ലാം കൂടെ കൂട്ടിയൊരു മെഴുക്കുരട്ടി വെക്കാം കേട്ടല്ലോ. ഇതുണ്ടോ, കണ്ട ഇഷ്ടംമാതിരി ഉണ്ടാകും ഇതിനകത്ത് ചെത്തട്ട്. അപ്പോൾ നമുക്ക് ഇത്രയും വഴുതനങ്ങ കിട്ടി, കണ്ട ഇത്രയും വഴുതനങ്ങ കിട്ടി. അപ്പോൾ നമുക്കിതിനെ ഇന്ന് മെഴുക്കുരട്ടി വെക്കാവേ. കണ്ട പാവം പിടിച്ച എൻ്റെ പൂരി നോക്ക്, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നത്, ഒന്നും ചേർത്തിട്ടില്ല. കണ്ടോ? ഇനി ഇതിനെ കുഞ്ഞ് 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 ഉണ്ടകളാക്കി പരത്താം. അപ്പം നമ്മുടെ പൂരിയൊക്കെ നമ്മളിതാ കണ്ട ചെറുതായിട്ട് ഇതാക്കി വെച്ചു. ഇവിടെ എല്ലാം നല്ലതായിട്ട് വൃത്തിക്ക് കഴുകിയതാണ്. ഇനി നമുക്ക് ഉണ്ടാക്കിയേക്കാം. ഇതിനാനുകൂല പാടൊന്നുമില്ലല്ലോ, ഇപ്പം മനസ്സിലായില്ലേ? അല്ലാണ്ട് പൂരിക്കകത്ത് അത് ചെയ്യണം ഇത് ചെയ്യണം. ഓരോരുത്തരുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ ഞാൻ തന്നെ മനസ്സിലാക്കും എന്തൊരു കളിയായത്. പൂരി ഉണ്ടാക്കുന്നതിന് എന്തിനാണ് നമ്മൾ കണ്ടതൊക്കെ ചേർക്കുന്നത്? കാരണം വേറൊന്നുമല്ല, നമ്മുടെ വയറിന് നമുക്ക് തന്നെയല്ലേ ഇത് ആവശ്യം, നമ്മൾ തന്നെ തിന്നുന്നതല്ലേ. നമ്മൾ ആർക്കും ഉണ്ടാക്കി കൊടുത്താൽ പോലും അവർക്കാണ് കൂടുതലൊന്നും അങ്ങനെ ചെയ്ത് കൊടുക്കരുതാത്തത്. നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് ഇത്ര ഒരു കാര്യം കണ്ടോ. എല്ലാവരും പറയത്തില്ലേ എനിക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ അറിയാവുന്നൊക്കെ ചിന്തിക്കത്തില്ലേ? ഇത് നോക്ക്, പൂരിയും ചപ്പാത്തിയൊക്കെ കറക്റ്റ് റൗണ്ടിൽ തന്നെ എനിക്ക് ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. എല്ലാവരും വിചാരിക്കും ഞാൻ ചിലപ്പോൾ ചപ്പാത്തിയൊക്കെ മിക്കവാറും മേടിക്കുവാണ്. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എണ്ണം കൂടുതൽ വേണം. സന്ധ്യയാകുമ്പോൾ രാത്രിയാകുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ മടിയാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ. അപ്പോൾ ഇതിനെ കൊണ്ട് നമ്മുടെ അവിടെ കടലാസ് ഇട്ടിട്ടുണ്ട്, അത് അതിനകത്ത് കൊണ്ട് വെക്കട്ടെ. അതേണ്ട. അപ്പം നമ്മുടെ കടുക് വറുത്തിട്ട് ഇതേ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിരിക്കുവാണ്. അപ്പം നമുക്ക് ഇതിനെ ഇനി അതിനകത്തോട്ടിടാം. അപ്പം നമ്മുടെ കറി അടിപൊളി കറിയാട്ടോ. പൂരി മസാല നല്ല ടേസ്റ്റാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ഇതുപോലാണോ എല്ലാവരും ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ എളുപ്പവിദ്യ ഇങ്ങനെയൊക്കെയാണ്, ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. അരിയാസിലെ മസാല ദോശയുടെ അതേ ഇത് തന്നെയാണ് ഇതിനകത്ത് വെക്കത്തില്ലേ മസാല ദോശയ്ക്കകത്ത്. അപ്പം നമുക്കിനി പൂരികൾ ഉണ്ടാക്കാം. ഞാൻ പൂരി ഉണ്ടാക്കുവാണേ. നമ്മുടെ പൂരിയൊക്കെ കഴിഞ്ഞു. പൂരി ഉണ്ടാക്കാവേ. പരത്തിയിട്ട് കറിയും വെച്ചിട്ട് കുളിക്കാൻ പോയി. അപ്പൊ പിന്നെ നമുക്ക് പൂരി ആവുമല്ലോ. പോലെ എളുപ്പമല്ലേ?
ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത ചിന്ത എന്നാന്ന് നിങ്ങൾക്കറിയാവോ? ആലോചിച്ച് പറയണേ. പറയണേ എല്ലാവരും, കമന്റ് ഇടണേ. ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം അടുത്ത എന്നാ എൻ്റെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്തയും കമന്റ് ഇട്ടേക്കണം. എല്ലാവരും ചിന്തിക്കുന്നതാണേ. ഇതെല്ലാം ഉണ്ടാക്കട്ടെ. അങ്ങനെ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കി കേട്ടോ. ഇതാ നമ്മുടെ പൂരിക്ക് യാതൊരു കുഴപ്പമില്ല. ഇവിടെ പിന്നെ മൂക്കുന്ന താല്പര്യമില്ലേ, ഇങ്ങനെ പിതുപിതാന്നിരിക്കണം. പക്ഷെ മൂക്കുമല്ലോ, വെള്ള ഇച്ചിരി കഴിയുമ്പോൾ നല്ല ഇതാവുമല്ലോ, അപ്പോഴാണ് കഴിക്കുന്നത്. അപ്പം നമ്മുടെ പാവങ്ങളുടെ പൂരി, ഞാൻ പാവം ഉണ്ടാക്കിയ പൂരി ഇങ്ങനെ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം നമുക്ക് കഴിക്കാം. അപ്പം ഞങ്ങൾ പൂരി മസാല കഴിക്കാൻ പോവാ കേട്ടോ. ഞങ്ങളെല്ലാവരും കഴിക്കട്ടെ. അപ്പം നമ്മുടെ കാപ്പി കൂടി എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ കറിയിലോട്ട് പോകാം. അപ്പം പുളിശ്ശേരി ഇന്നലെ കൊണ്ട് നമ്മുടെ തീർന്നു. അപ്പം ഇന്നും കൂടെ നമുക്ക് പുളിശ്ശേരിയെ വെക്കാം. ഒരു ചെറിയ ഒറ്റ പാക്കറ്റ് പുളിശ്ശേരി. പുളിശ്ശേരിയെ വെക്കാം കേട്ടോ. കരിവേപ്പില, എന്തായിരുന്നു, ഉലുവ എല്ലാം കൂടി ഇട്ട് കടുക് വറുക്കുക. ഉലുവയും കൂടെ എടുക്കാവേ. എല്ലാം തീരാറായി, ലാസ്റ്റ് ആകാറായില്ലേ. അതുകൊണ്ട് സാധനങ്ങളെല്ലാം പതുക്കെ തീരാൻ തുടങ്ങിയിട്ടുണ്ട്. തവികൾ എടുക്കുന്നില്ല. പതുക്കെ കടുകെല്ലാം പൊട്ടട്ടെ. പൊട്ടി നമുക്കിന്ന് പുളിശ്ശേരി വെക്കുന്നത് എങ്ങനെയാണെന്നറിയാം. കപ്പളങ്ങായും പച്ചമുളകും കൂടെ കീറിയിട്ട കടുക് വറുത്തിട്ട, കടുക് പൊട്ടി കേട്ടോ, നിങ്ങൾ കേൾക്കാനിട്ടായിരുന്നു. ഇതെല്ലാം കൂടെ ശകലം വെള്ളം ഒഴിച്ച് നമുക്ക് വേവിക്കാം. നമുക്കിത് ശകലം വെള്ളം ഒഴിച്ച് ഇച്ചിരി ഉപ്പും ഇട്ട് നമുക്ക് അടച്ചിട്ടേക്കാം കേട്ടോ. അടച്ചിടാം. എന്നിട്ട് നമുക്ക് വെന്ത് കഴിഞ്ഞ് കാണാം. അപ്പോഴത്തേക്ക് ഞാൻ അരപ്പെല്ലാം അരക്കട്ടെ. തേങ്ങയൊക്കെ തിരുമ്മിവിടെ വെച്ചിട്ടുണ്ട്. തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് മഞ്ഞപ്പൊടി, ശകലം ജീരകവും കൂടെ മാത്രം ഇട്ട് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാവേ. അപ്പൊ നമ്മുടെ വഴുതനെന്നുള്ള വഴുതനങ്ങ കേട്ടോ, ഇത് മുഴുവനെ കണ്ട ചേട്ടൻ ടൗണിൽ പോകും. എന്തൊരു പാവമായിട്ട് പറയുന്നത്. എത്ര ഭക്ഷണം നല്ലതാണ് ഹോസ്റ്റലിൽ എന്ന് വേണം തീരുമാനിക്കാനായിട്ട്. ചുമ്മാ പൈസ കൊണ്ട് കൊടുക്കുക ഹോസ്റ്റലിൽ. ഇത് ചെയ്യാം കണ്ട. അപ്പം നമുക്ക് ഇതിനെ വഴുതനങ്ങ, വറ്റിലമുളക്, ഉള്ളിയും കൂടെ നമ്മൾ ഇടിച്ച് വെച്ചേക്കുവാണ്. ഇതങ്ങോട്ട് വെച്ചിട്ട് തീയെല്ലാം കത്തിച്ച് ഉപ്പ് ഇട്ടാൽ അടച്ച് വെച്ചേക്കാവേ. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അടച്ച് നമുക്ക് ഇട്ടേക്കാം. അപ്പം നമുക്ക് വഴുതനങ്ങ മെഴുക്കുവരട്ടിയാവും. പുളിശ്ശേരി വെച്ചായിരുന്നു കേട്ടോ. എപ്പോഴും ഒന്നും കാണിക്കേണ്ട കാര്യമില്ല പുളിശ്ശേരിയൊക്കെ വെക്കുന്നത്. നിങ്ങളെല്ലാം പഠിച്ചിരിക്കുന്നവരാ. അതുകൊണ്ട് പുളിശ്ശേരി ഇനി വെച്ച് കാണിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും എന്നെ തല്ലി ഓടിക്കുമെന്നുള്ളത് 100% ഉറപ്പ്. അതുകൊണ്ട് ഇനി പുളിശ്ശേരി കാണിക്കുന്നില്ല. ആരെങ്കിലും പുളിശ്ശേരി വെച്ച് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ പിള്ളേർ കേട്ടോ, അല്ലാണ്ട് വലിയവരൊന്നുമല്ല, പിള്ളേർക്കൊക്കെ ഉള്ള അറിയാൻ മേലാതെ വരുന്നത്. ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കട്ടെ. അങ്ങനെ നമ്മുടെ മെഴുക്കുവരട്ടിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് അഭിനയിക്കാൻ പോയായിരുന്നേ. നിങ്ങളെന്നെ തല്ലിക്കൊല്ലല്ല. കമന്റ് ഇടുമ്പം എന്തൊക്കെ ശരിയാക്കാനുണ്ട് എന്നൊക്കെ പറയണം. ഷോർട്ടിനകത്തെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഇന്നൊരു ഷോർട്ട്. അപ്പം അത് ഇനി തൊട്ട് ചെറിയ അങ്ങനത്തെ ഷോർട്ടൊക്കെ ഇടാം. കാരണം നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ തന്നെയല്ല, നമുക്ക് വ്യൂസ് ഷോർട്ടിലൂടെ നമുക്ക് കുറേയൊക്കെ കിട്ടും. അപ്പം അങ്ങനെയും കൂടെ നോക്കാമെന്ന് വിചാരിച്ചാ കേട്ടോ. അപ്പം ചുമ്മാ പഠിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ. ചീത്തയാന്ന് പറഞ്ഞാലും എനിക്ക് എന്നെ അറിയാമല്ലോ, എനിക്ക് യാതൊരു പ്രശ്നമില്ല. ശരിയാക്കാനുണ്ടെന്ന് ആണെങ്കിൽ ശരിയാക്കാനുണ്ടെന്ന്,
ചുമ്മാ റിഹേഴ്സൽ നടത്തിയാൽ മാത്രം ഇന്നത്തെ ഷോട്ട് കേട്ടോ. അപ്പം ഇനി ഞാൻ അഭിനയിച്ച് പഠിക്കും. ഞാൻ ഒന്നും പുറകോട്ട് നിൽക്കുന്ന ആളല്ല. നമുക്ക് വേണമെന്ന് വെച്ചാൽ എന്തും നേടാം. അതുപോലെ എല്ലാവരും ഒന്ന് അഭിനയിച്ച് നോക്കണം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മാതൃകയായിട്ട് വരാം. എന്നിട്ട് ബാക്കി എല്ലാവരും ഇങ്ങനെ അറിയത്തില്ലെങ്കിൽ കമന്റിലൂടെ പറഞ്ഞു തരാം കേട്ടോ, ഇതെങ്ങനെ അഭിനയിക്കുന്നതെന്നുള്ളത്. എനിക്ക് പലരോട് സത്യം ഞാൻ പറയണേ, എനിക്ക് ഈ അഭിനയിച്ച ഓരോരുത്തരുടെ കാണുമ്പോഴത്തേക്കൊണ്ട് എനിക്ക് ഭയങ്കര കൊതിയായിരുന്നേ. പ്രത്യേകിച്ച് എനിക്കിങ്ങനെ ഡാൻസ് അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ കൊതി കൊണ്ട് എനിക്കും ഇങ്ങനെ അഭിനയിക്കണമല്ലോ എന്നൊക്കെ. അപ്പൊ ഞാൻ ഓർത്ത് കുറെ കൂടെ മുമ്പോട്ട് പോട്ടെ. എന്നിട്ട് തുടങ്ങുമ്പോഴേ വലിയ അഭിനയിച്ച് കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല, നമ്മളെ ആരും അറിയത്തുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ഇപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ലെന്ന് വെച്ച് ഞാൻ പറഞ്ഞില്ല, എൻ്റെ മോൻ്റെ കൂട്ടുകാരൻ ദേവൻ വന്നിട്ടുണ്ടായിരുന്നില്ല, അവനോടെല്ലാം ചോദിച്ച് മനസ്സിലാക്കി വെച്ചു. അതിനു മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ വേറെ ആരോടും ഇതിന്റെ കാര്യങ്ങളൊന്നും ചോദിക്കത്തില്ല കേട്ടോ. എൻ്റെ മോനെ പോലുള്ള ദേവനോട് ഞാൻ എല്ലാ കാര്യവും ചോദിച്ചാൽ വന്നപ്പോൾ എനിക്കല്ല, ആൻറ്റി ഇതിങ്ങനെ ചെയ്താൽ മതി ആൻറ്റി എന്നും പറഞ്ഞ് എനിക്കെല്ലാം കാണിച്ചു തന്നെ. അപ്പം ആർക്കെങ്കിലും ഇങ്ങനെ അഭിനയിക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ സിനിമയിലേക്ക് ക്ഷണിക്കുവാണ്. ശരിക്കും പറയാണ്, കാരണം അറിയത്തില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ഇടണം. എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല ജയെ, ഞങ്ങളെ കൂടെ ഒന്ന് പഠിപ്പിക്കുക, ഞങ്ങൾക്കൂടെ ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുവാണെങ്കിൽ കമന്റിലൂടെ ഞാൻ രേഖപ്പെടുത്തുന്നതായിരിക്കും. എങ്ങനെ എന്ത് ഓണാക്കണം എന്നുള്ളതെല്ലാം മിക്കവർക്കും അറിയാമായിരിക്കും, ഞാനായിരിക്കും പൊട്ടി. ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ലാത്ത കാര്യം അറിയത്തില്ലെന്ന് തന്നെ നമ്മൾ പറയണം. എനിക്ക് അറിയത്തില്ലായിരുന്നു, ഞാൻ അതിനെ തിരക്കിയിട്ടില്ല ഇതുവരെ. കാരണം ഇതിന്റെ സമയമാവണല്ലോ. ഇപ്പൊ നമുക്ക് 3000-ന്റെ മേളിൽ സബ്സ്ക്രൈബേഴ്സ്, 3560 സബ്സ്ക്രൈബേഴ്സ് ആയി. അത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു എന്റെ സബ്സ്ക്രൈബേഴ്സ്. ഞാൻ അങ്ങനെ എടുത്ത് നോക്കിയതാ കേട്ടോ. ആരോ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞില്ലായിരുന്നു. അല്ലെങ്കിൽ നമുക്കിപ്പോ സബ്സ്ക്രൈബേഴ്സ് നമുക്കിപ്പോ സിൽവർ ബട്ടണോ ഗോൾഡ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അതൊക്കെ അങ്ങ് കിടക്കുന്ന ആൾക്കാർക്കൊക്കെ ഉള്ളതാണ്. നമ്മൾ അതിനകത്ത് പ്രതീക്ഷിക്കുന്നേ ഇല്ല. പിന്നെ പ്രതീക്ഷിക്കുന്നില്ലെന്ന് കിട്ടിയ സന്തോഷമേ ഉള്ളൂ. പക്ഷെ എനിക്ക് സത്യം എൻ്റെ മക്കളാണ് സത്യം, ഞാൻ അതിനകത്തൊക്കെ പ്രതീക്ഷിക്കുന്നില്ല. ഡോളർ കിട്ടുന്നത് എല്ലാവരുടെയും പ്രതീക്ഷയാണല്ലോ. അപ്പം ഇങ്ങനെ ഈ താല്പര്യം എനിക്ക് ഓരോരുത്തർ അഭിനയിക്കുമ്പോൾ എനിക്ക് കൊതിയായിരുന്നേ. അപ്പൊ ഞാൻ ഓർത്ത് നമുക്ക് അത്രത്തോളം നമ്മൾ ആയിട്ടില്ലല്ലോ, നമ്മൾ കുറെ ഇരുന്നിട്ട് ഇങ്ങനെ കാല് നീട്ടണം അല്ലേ. അതാ ഞാൻ മൈക്ക് പോലും മേടിക്കാത്ത. സൗന്ദര്യം വീണ്ടും പറഞ്ഞു എന്റെ സൗണ്ട് ചിലയിടത്തൊന്നും ഇല്ലെന്ന്. സോറി സൗന്ദര്യം ഇങ്ങനെ പറയുമ്പോ അതോടങ്ങ് സ്കിപ്പ് ചെയ്തു കേട്ടോ. കേൾക്കാൻ മേലാത്തത് ഞാൻ എന്ത് ചെയ്യാനാണ്. ഞാൻ എനിക്ക് ഡോളറും എല്ലാം മാറ്റിയിട്ട് ബാങ്ക് അക്കൗണ്ട് ഇതെല്ലാം കൊടുത്ത് എനിക്ക് പൈസ കിട്ടിയിട്ട് ഞാൻ മേടിക്കത്തോളൂ എന്ന് ശപഥം ചെയ്താ, ദേവിയോട് ഞാൻ ശപഥം ചെയ്താ കേട്ടല്ലോ. അപ്പം ദേവിക്ക് ഫസ്റ്റ് ഞാൻ കൊടുക്കാന്ന് ശപഥം ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള ശപഥം ഞാൻ ഇതാണ്. ചേട്ടൻ പല പ്രാവശ്യം ഞാൻ അറിയാതെ തന്നെ എന്നെ കൊണ്ട് ഒരു പ്രാവശ്യം ടൗണിൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ, എന്തിനാ ചേട്ടാ എന്താ നീ നോക്കിക്കെന്ന് പറഞ്ഞ് മൈക്കായിരുന്നു അന്ന്. പണ്ടാദ്യം ഇടയ്ക്ക് എന്റെ ഫോണിന്റെ ആദ്യത്തെ ഫോണായിരുന്നു. അപ്പം ചിലയിടത്തൊന്നും ഒട്ടും സൗണ്ട് ഇല്ലായിരുന്നില്ല. അന്ന് ചേട്ടന് സങ്കടമായിരുന്നു. ചേട്ടൻ പറഞ്ഞു മൈക്ക് മേടിക്കാൻ. ഞാൻ പറഞ്ഞു അയ്യേ ഇത് എപ്പോഴാ നിർത്തിപ്പോന്ന്, നമ്മള് മുട്ട ഇടുന്നെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് മൈക്കൊന്നും ഇപ്പം വേണ്ട, ഞാൻ അതിന് അത്രത്തോളം ആയിട്ടില്ല. എന്നെങ്കിലും ഒരു കാലത്താകുമ്പോ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ ചേട്ടനും വാക്ക് കൊടുത്തു. അതുകൊണ്ടാട്ടോ, അല്ലാണ്ട് ഒന്നും ആരും വിചാരിക്കല്ല അഹങ്കാരിയാന്നൊന്നും പറയല്ലേ. എനിക്കൊരു അഹങ്കാരവും ഇല്ല കേട്ടോ. അപ്പൊ ഇതറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ എന്റെ സിനിമയിലേക്ക് പോരാട്ടോ. ഞാൻ നിങ്ങളെ തീർച്ചയായിട്ടും അഭിനയിക്കാൻ എടുത്തിരിക്കും. ഈ ജയ പറയുന്ന കേട്ടോ, നിങ്ങളുടെ ജയ. കാരണം എനിക്കെല്ലാരും ഒരുപോലെ ഉയർന്നു പോണം അല്ലേ. നമുക്ക് കിട്ടുന്ന വ്യൂസ് നമുക്ക് തന്നെ ഉണ്ട്. അത് ഇതിൽ നിന്ന് ആരെങ്കിലും തട്ടിയെടുത്തോണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവോ? ആരും പോത്തില്ല. അതുകൊണ്ട് ഒരാൾ ഉയരുന്നത് കണ്ട് ഒരാൾക്ക് കുശുമ്പ് വരരുത്, ജന്മത്തെ ഓർത്ത് വരരുത്, അങ്ങനെയുള്ളവർ ഒരിക്കലും നന്നാവത്തില്ല. കുശുമ്പുള്ളവർ ഉള്ള കാര്യം പറയാം. എനിക്ക് അങ്ങനെ യാതൊരു കാര്യമില്ല കേട്ടോ. എനിക്ക് അങ്ങനത്തെ യാതൊരു ഇതുമില്ല. എൻ്റെ കൊച്ചുങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മൂത്ത മോനൊക്കെ ആണെങ്കിലും നന്നായിട്ട് പഠിക്കുമായിരുന്നു കേട്ടോ. അപ്പം കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. പിള്ളേർക്ക് എൻ്റെ മക്കൾ അത്രയും കിട്ടുന്നില്ലല്ലോ, ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഇപ്പോഴല്ല കൊച്ചു ക്ലാസ് ആയിരുന്നപ്പം കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പോഴും ഞാൻ ദൈവത്തിനോട് പറയും, ദൈവമേ നമ്മുടെ കുഞ്ഞ് പഠിക്കുന്നത് ദൈവമാണ് വിചാരിക്കേണ്ടത് അല്ലേ. ദൈവവും വിചാരിക്കണം, മോനും വിചാരിക്കണം, എന്നെങ്കിലല്ലേ ഉള്ളൂ. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്താലും ദൈവം പകുതിയെ നമുക്ക് തരത്തുള്ളൂ അല്ലേ. അന്ന് അവൻ നന്നായിട്ട് പഠിച്ചുകൊണ്ട് ഇന്ന് അവന് ജോലിയൊക്കെ ആയി. രണ്ടാമനും വലിയ കുഴപ്പമില്ലാത്ത, എന്നാലും മൂത്തവൻ്റെ അത്രയും ആകത്തില്ല കേട്ടോ. ഞാൻ ഇപ്പോഴും പറയാണ്. എന്നാലും ഒരു ഉഴപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല.
അതൊക്കെ തന്നെ നമ്മുടെ ദൈവത്തിന്റെ അനുഗ്രഹം എന്നേ പറയാവൂ. നമ്മുടെ അനുഗ്രഹം അല്ല, ദൈവത്തിന്റെ അനുഗ്രഹം. അപ്പം ഒരു കുറ്റവും വിചാരിക്കണ്ട. എൻ്റെ ചാനലിൽ കാണുന്ന ആൾക്കാരെല്ലാം എൻ്റെ കൂട്ടുകാർ ശ്രീദേവി ഉണ്ട്, പിന്നെ ആരാ, ജീന, സുപ്രിയ, പാത്തു എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്, പിന്നെ കുട്ടനാടൻ ബ്ലോഗ്, പിന്നെ നൂര അങ്ങനെ ഒരെണ്ണമുണ്ട്, പിന്നെ നമ്മുടെ നന്ദിനി ചേച്ചി. ഇതാകുമ്പം സുപ്രിയ പറയുന്നത് ഇത് നിന്നു പോലെ. അപ്പൊ എൻ്റെ ഇതിനകത്ത് ഒത്തിരി ആൾക്കാരുണ്ട്. പിന്നെ ആരാ, തുള്ളി, മഴത്തുള്ളികളോ, മഞ്ഞനീർത്തുള്ളി, അങ്ങനെ ഒരെണ്ണമുണ്ട്. പിന്നെ ആരാ, എൻ്റെ ദൈവമേ പേര് ആരുടെയും പറയാതുണ്ട്, എന്നോട് ക്ഷമിക്കണം. ഇഷ്ടംമാതിരി ആൾക്കാർ എൻ്റെ സപ്പോർട്ടുണ്ട്, എനിക്ക് സപ്പോർട്ടുണ്ട്, ഞാൻ അവർക്ക് സപ്പോർട്ടുണ്ട്. പിന്നെ നമ്മുടെ ചേച്ചി, നമ്മുടെ ചേച്ചി ഇച്ചിരി പ്രായമുള്ള ചേച്ചി, എനിക്ക് ചാനലൊക്കെ എപ്പോഴും വിളിയിട്ടത്തില്ല. അഭിയുടെ ഉണ്ട്, പിന്നെ അച്ചാമ്മ ചേച്ചി, പിന്നെ അങ്ങനെ ഒരു ചേച്ചി, ആ ചേച്ചി ഭയങ്കര പാവം. പിന്നെ നമ്മുടെ ശോഭ ചേച്ചി, അതുപോലെ ഇവരെല്ലാരും പോയി എല്ലാവരുടെയും ചാനൽ കാണണം കേട്ടോ. ഞാൻ പറഞ്ഞ എല്ലാവരുടെയും ചാനൽ പരസ്പരം കാണണം. അപ്പൊ നമുക്ക് അത്ര ആൾക്കാരായില്ലേ. എന്റെ ചാനലിൽ കാണുന്നവരെല്ലാം ഈ പറഞ്ഞവരുടെ പേരിലുള്ള, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ചാനലിലൂടെ പോയി കാണണം. ബിജി കൂടെ തല്ലിക്കൊന്നേനെ. ഇനിയുണ്ട് കേട്ടോ ആൾക്കാര്, ക്ഷമിക്കണേ. പിന്നെന്താ, അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട്. എല്ലാവരുടെയും ഞാനൊരു പേപ്പർ എഴുതി വെക്കാം കേട്ടോ, എന്നിട്ട് എല്ലാവരുടെയും പേരെഴുതി വെക്കാം, ഫുള്ള് വായി. അപ്പൊ നമ്മുടെ മെഴുക്കോട്ടെ ഏകദേശം മൂത്തു. നേരത്തെ ഞാനും ചേച്ചിയും കൂടെ അഭിനയിക്കത്തില്ല, അതെന്ന് പറഞ്ഞാൽ വേറെ രീതി കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും അന്നൊക്കെ അഭിനയം, അത് വേറെ. നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചു വെച്ചിട്ട് നമ്മൾ പറയുന്നതായിരുന്നു കേട്ടോ. അതെനിക്ക് ശരിക്കും അറിയത്തില്ലായിരുന്നു. അത് നമ്മൾ തന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് അവിടെ വന്നപ്പോൾ ഞങ്ങൾ അഭിനയിച്ചില്ല, അത് സ്വന്തമായിട്ട് നമ്മൾ പറയുമായിരുന്നു. ഇത് ഇതിനകത്തൊന്ന് റെക്കോർഡ് ചെയ്തതിന്റെ അഭിനയമാണ്. അത് ഇപ്പോഴേ പഠിച്ച കേട്ടോ. ഓർത്തെ നമുക്കൊരു ഉള്ളിപ്പുളിയും കൂടെ ഉണ്ടാക്കിയാലോ ഒന്ന്. അപ്പോൾ ദേ കടുക് വറക്കാനിട്ടു, കടുകിട്ടു, കറിവേപ്പില ഇട്ടു, മുളകും കൂടെ ഇടട്ടെ. കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളി അരിഞ്ഞു വെച്ചതും കൂടി ഇതിനകത്തിട്ട് നന്നായിട്ട് വഴറ്റട്ടെ. അപ്പം നമ്മുടെ ഉള്ളിയെല്ലാം വഴണ്ട് മുളക് പൊടി ശകലം ഇട്ടു. നമുക്ക് ഈ പുളിയും കൂടെ അങ്ങോട്ട് പിഴിഞ്ഞ് വെച്ചാൽ മതി കേട്ടോ. ഇനി മീനൂടെ വറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ച വരെയുള്ള പണി കഴിഞ്ഞു. നമ്മുടെ ഇഞ്ചിപ്പുളി കണ്ട, ഇഞ്ചിപ്പുളി ഇത്ര കണ്ട, തൊട്ട് നക്കി തിരിക്കും ചോറുണ്ണാൻ. ഇത് കണ്ടോ, ഇത് ആരാന്ന് നോക്കിക്കേ, എൻ്റെ കൊച്ചച്ഛൻ്റെ മകളാ കേട്ടോ. അവളാണ് ഭയങ്കര തമാശ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബും എല്ലാം ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. ഇന്ന് നമുക്ക് രാത്രിയിൽ എന്നതാ ദോശയും സാമ്പാറുമാണ്. അപ്പം എല്ലാവരും ഇന്നത്തെ വീഡിയോ കാണുക. എനിക്കിന്ന് വൈകിട്ട് ദീപാരാധനയുണ്ട്, ദീപാരാധനയ്ക്ക് പോകണം. അപ്പം നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.